നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. മത്സര രംഗത്തിറങ്ങി പി.വി. അൻവർ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് നിലമ്പൂരിൽ വീണ്ടും മത്സരിക്കാൻ അൻവർ തീരുമാനിച്ചത്. നേരത്തെ UDF-ന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച അൻവർ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അൻവറിന്റെ ആവശ്യം അവഗണിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതിന് പിന്നാലെയാണ് അൻവർ മത്സര രംഗത്തിറങ്ങാൻ തീരുമാനിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കും മത്സരിക്കുക. UDF-ന് വലിയൊരു തിരിച്ചടി തന്നെയാണ് പി.വി. അൻവറിന്റെ ഈ തീരുമാനം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു. CPM തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറിമാരായ AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ MP, MM വർഗീസ് എന്നിവരും പ്രതികളാണ്. CPM-നെയും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ കുറ്റപത്രത്തിന് പുറമെ അന്തിമ കുറ്റപത്രത്തിന് പുതുതായി 27 പ്രതികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ കേസിൽ ആകെ പ്രതികളുടെ എണ്ണം 83ആയി. കൊച്ചി PMLA കോടതിയിലാണ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ ED-യുടേത് ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ജൂൺ 15-നകം അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഘടകങ്ങൾ കൂട്ടിച്ചേർത്ത് നവീകരിച്ച അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ പൂർത്തിയാക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. മെന്റർ ടീച്ചർമാരെ സ്കൂൾ തുറക്കും മുമ്പ് നിയമിക്കണം. സ്കൂൾ തുറക്കും മുൻപ് തന്നെ എല്ലാ സ്കൂളുകളുടെയും ഫിറ്റ്നസ് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകി. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൊച്ചിയുടെ പുറംകടലിൽ മുങ്ങിയ ചരക്കു കപ്പൽ MSC എൽസ 3-ലെ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിഞ്ഞു തുടങ്ങി. അങ്ങനെ തീരത്തടിയുന്ന കണ്ടെയ്നറുകളോട് ഒരു തരത്തിലും സമ്പർക്കം പാടില്ലെന്നാണ് അധികൃതർ ആവർത്തിക്കുന്നത്. തീരത്തടിയുന്ന കണ്ടെയ്നറുകളിൽ നിന്ന് അപകടകരമായ രാസവസ്തുക്കൾ ഉള്ളതിനാൽ ഇത്തരം വസ്തുക്കളിൽ നിന്ന് 200 മീറ്ററെങ്കിലും അകലം പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാരും നിർദ്ദേശിച്ചിരിക്കുന്നത്. കണ്ടെയ്നർ അടിഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളിലെ ആളുകളെ ഉൾപ്പെടെ അധികൃതർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാമിനെതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് കമാൽ പാഷ. പരാമർശം പിൻവലിച്ചാണ് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി കമാൽ പാഷ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് കമാൽ പാഷ വോയിസ് എന്ന സ്വന്തം YouTube ചാനൽ വഴിയാണ് KM എബ്രഹാമിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയത്. അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ ഡോക്ടർ KM എബ്രഹാം വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. തുടർന്നാണ് കമാൽ പാഷ വീഡിയോ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചത്. വക്കീൽ നോട്ടീസിന് മറുപടി നൽകുകയും ചെയ്തിരുന്നു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. അബ്ദുൾ റഹീമിന് 20 വർഷം തടവ് ശിക്ഷയാണ് റിയാദ് ക്രിമിനൽ കോടതി വിധിച്ചത്. പൊതു അവകാശ പ്രകാരമാണ് 20 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കേസിൽ ഇതുവരെ അനുഭവിച്ച തടവുകാലം കഴിഞ്ഞുള്ള ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും. അതുപ്രകാരം 2026 ഡിസംബറിൽ 20 വർഷം പൂർത്തിയാകും. ഇതിനുശേഷമാകും റഹീമിന് മോചനമുണ്ടാവുക. ഇന്ന് രാവിലെ ചേർന്ന കോടതി സിറ്റിംഗിലാണ് വിധി പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ 19 വർഷമായി റിയാദിലെ ഇസ്കാൻ ജയിലിൽ തടവിലാണ് റഹീം. വൈദ്യുത സംബന്ധമായ പരാതികൾക്കായി KCB-യിൽ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെങ്കിൽ പരാതികൾ നൽകാൻ പുതിയ ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കി. കൂടാതെ 9496001992 എന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് സന്ദേശം അയച്ച് പരാതികൾ രേഖപ്പെടുത്താനും കഴിയും. ഉടനടി തന്നെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണം 1000 കടന്നു. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്ക് പ്രകാരം 1009 കേസുകളാണ് നിലവിലുള്ളത്. കേരളത്തിൽ 430 ആക്റ്റീവ് കേസുകളുമുണ്ട്. മെയ് 19 മുതൽ കേരളത്തിൽ 335 കേസുകൾ ഉണ്ടായി. രാജ്യത്ത് ആകെ മെയ് 19 ശേഷം കൂടിയത് 752 കേസുകളാണ്. കൂടുതൽ പരിശോധനകൾ നടക്കുന്നതിനിടെയാണ് കേരളത്തിലെ കേസുകളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായി സുഗാന്ത് സുരേഷ് കീഴടങ്ങി. കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പ്രതി കീഴടങ്ങിയത്. രാവിലെ ഹൈക്കോടതി സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഒളിവിലായ സുഗാന്ത് കീഴടങ്ങിയത്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിന് ശേഷം 2 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് സുഗാന്തിന്റെ ഈ കീഴടങ്ങൽ. ഇക്കഴിഞ്ഞ മെയ് 22-ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നതുവരെ സുഗാന്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇന്ന് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് സുഗാന്ത് കീഴടങ്ങിയതെന്നാണ് സൂചന. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. മലപ്പുറം നിലമ്പൂരിൽ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂരിൽ മരം വീണ് 3 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് ഹൈവേയുടെ നിർമ്മാണ സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായി. കോഴിക്കോട് പല സ്ഥലങ്ങളിലും വെള്ളം കയറുകയും ചെയ്തു. കടലാക്രമണവും രൂക്ഷമാവുകയാണ്.
സംസ്ഥാനത്ത് നാളെ രാത്രി വരെ ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്ര സമിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്.